ഐയുടെ ഏത് യോഗം ചേർന്നാലും ആ യോഗത്തിലെ പരിദേവനങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു മുണ്ടുടുത്ത മോഡിയാണ് ഇതുപോലൊരു ഏകാധിപതി എന്ന് പോലും പാർട്ടി യോഗത്തിൽ വിലപിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. തിരിച്ച് CPI ആകെ ചെയ്യുന്നൊരു കാര്യം പോലീസിനെ കുറിച്ച് പരാതി പറയുക, പോലീസിൻ്റെ നടപടികളെക്കുറിച്ച് പരാതി പറയുക, പിന്നെ അതിൻ്റെ പേരിൽ ഇവർ തല്ലു വാങ്ങുന്നുണ്ട് ഇഷ്ടം പോലെ, അതിനെക്കുറിച്ചൊരു പരാതി പറയുക. അങ്ങനെ ഇത് ഈ ഒരു തലത്തിൽ മാത്രമായി നിൽക്കുകയാണ്. ഒരു തരത്തിലും ചേർന്ന് പോകാത്ത രീതിയിൽ ആണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു CPMൻ്റെ നേതാവിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്ര വലിയ ഒരു പ്രശ്നം ഈ CPIയുമായിട്ട്? CPIക്ക് നിങ്ങളെക്കുറിച്ച് വല്ലാത്ത പരാതിയുമാണല്ലോ. അപ്പോൾ പറഞ്ഞു, കുറേ കൊള്ളാവുന്ന വകുപ്പ് മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്, ഒരു വിവരവും ഇല്ല, ഇതിനൊന്നും കൊണ്ടു നടക്കാനും കൊള്ളത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് അസ്വസ്ഥതയാകും. ആ അസ്വസ്ഥതയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതും കുറച്ചൊക്കെ ശരിയാണ് എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. അതിനകത്തും കുറച്ചൊക്കെ കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഏതായാലും ശ്രീ പിണറായി വിജയൻ ഒരു ഗവൺമെൻറ്റിനെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പരാജയമാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരസ്പരം വീഴ്പ്പലക്ക് ഇപ്പോൾ 6 മാസത്തിനിടയ്ക്ക് ഇത്രയായെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് എവിടം വരെ എത്തും എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കൊരു സംശയമുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ സത്യൻ മൊകേരി, ഇവിടെ നിങ്ങളിപ്പോൾ പ്രത്യക്ഷമായി മറുപടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് MM മണി പറഞ്ഞ വിമർശനത്തോടും AK ബാലൻ പറഞ്ഞ വിമർശനത്തോടുമാണ്. ഇതൊക്കെ നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട വിമർശനമായി കരുതേണ്ട. ഈ പാർട്ടി കത്ത് അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. ഘടകകക്ഷികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് ഭരണതലത്തിൽ എന്നത് പരിശോധിക്കണമെന്ന് ഈ 2 അംഗങ്ങൾ കൂടി ഉള്ള ഘടകത്തിൻ്റെ തീരുമാനമാണ്. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവർ പ്രകടിപ്പിക്കുന്നത് ആ സംസ്ഥാന സമിതി അധികാരപ്പെടുത്തിയ വിലയിരുത്തൽ നടത്തിക്കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ. വേണു, ഞാൻ പറയാനുള്ള അവസരം തരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ CPIയുടെ 4 മന്ത്രിമാരേ ഉള്ളൂ. 4 മന്ത്രിമാരുടെ വകുപ്പുകളെ CPIയുടെ കയ്യിലുള്ളൂ. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകളുടെ പ്രവർത്തനം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഘടകകക്ഷികളുടെ LDFിലെ അത് അവരാണ് തീരുമാനിക്കുന്നത്. എന്താ പറയുക, LDFിലെ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പതിവ് രീതിയായിരുന്നു, ഇതിലൊരു അസ്വാഭാവികതയുമില്ല എന്നാണ് അങ്ങ് ആദ്യം പറഞ്ഞത്. LDFിനകത്തുള്ള മന്ത്രിമാരുടെ വകുപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് LDF ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ വകുപ്പും ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ മറ്റേ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ അതിനകത്ത് വരും. അത് LDF ചർച്ച ചെയ്യും. ഘടകകക്ഷികളുടെ വകുപ്പുകളുടെ പ്രവർത്തനം പരിശോധിക്കേണ്ടതുണ്ട്. അതിനൊരു LDF സംവിധാനം വേണമെന്നാണ്. എന്നുവെച്ചാൽ CPMന്റെ വകുപ്പുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ ഒരു LDF സംവിധാനം വേണ്ട. ഘടകകക്ഷികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവാൻ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ നടക്കുകയില്ല. LDF തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടി കത്തിൽ പറയുന്ന ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ യോഗം നടന്നേ, അതിനെ നിങ്ങൾ അംഗീകരിച്ച് ഇനി അതിനുശേഷം വീണ്ടും അത് കൂടുമല്ലോ, അതും നിങ്ങൾ അംഗീകരിക്കേണ്ടി വരുമല്ലോ. മാത്രമല്ല കാനം തന്നെ പറയുകയുണ്ടായല്ലോ അതിലൊരു തെറ്റുമില്ല എന്ന്. അതിലെ മറ്റൊരു ക്ലോസ് ആണ്. പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗത്തെക്കുറിച്ച് CPI അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിച്ചത്. ശരി, ക്യാബിനറ്റിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരുടെ സ്റ്റാഫിനോട് ആ കാര്യങ്ങൾ സ്റ്റാഫിന്റെ പ്രവർത്തനം ഘടകകക്ഷികളുടെ വകുപ്പുകൾ പരിശോധിക്കാൻ സംവിധാനം എന്ന് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിപ്പോൾ അങ്ങ് സമ്മതിക്കുന്നു, അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുക. ഘടകകക്ഷികളുടെ വകുപ്പുകൾ CPM എടുത്ത് പ്രത്യേകം പരിശോധിക്കുന്നത് അങ്ങനെ ഒരു വിഷയം ഉത്ഭവിക്കുന്നില്ല. ഘടകകക്ഷികളുടെ വകുപ്പുകൾ LDF ചർച്ച ചെയ്യും. LDF എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പുകളും ചർച്ച ചെയ്യും. 4 മന്ത്രിമാരുടെ വകുപ്പുകൾ മാത്രം, എല്ലാ വകുപ്പുകളും ചർച്ച ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പും ചർച്ച ചെയ്യും. നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ ഇപ്പോ സഖാവ് മൊകേരി പറയുന്നു ഈ രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കില്ല എന്ന്. അപ്പോൾ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയ ദുസ്സൂചനകൾ ഇതിലുണ്ട്. നാളെ ഇത് നടത്താതിരിക്കാൻ വീണ്ടും സംഘടനത്തിലേക്ക് പോകേണ്ടി വരികയാണ്. ഇവിടെ ആണ് ശ്രീ MS കുമാർ ആയാലും ശ്രീ വാഴക്കനായാലും പറയുന്ന ഈ മുന്നണിയിൽ ഈ 2 കക്ഷികൾ തമ്മിലുള്ള അനൈക്യം ഒരു വസ്തുതയാണ് എന്നതിൻ്റെ തെളിവ്. അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കൾക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഇപ്പോൾ ശ്രീ സത്യൻ മൊകേരി പറയുകയാണ് ഇത് അനുവദിക്കില്ല. അങ്ങ് തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടി ഇത് നല്ലത് ആയി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലത്, അതല്ല ഒരു നിരീക്ഷണത്തിലേക്ക് പോവുകയാണ് ഇതിൻ്റെ പിന്നിലെ ബുദ്ധിയെങ്കിൽ അത് തടയപ്പെടേണ്ടതാണ് എന്ന്. ശ്രീ സത്യൻ മൊകേരിക്ക് ഇപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്.
പതിവ് പരിപാടികളല്ല, ഇത് പുതിയതാണ് എന്നവർ പറയുന്നു. ഇനി അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നും പറയുമ്പോൾ പരസ്പരം സംഘടനത്തിലൂടെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിൻ്റെ അടിസ്ഥാനം അവിശ്വാസവും കാര്യക്ഷമതയെ സംബന്ധിച്ച തർക്കവുമാണ്. ഇതിനാണ് ശ്രീ എം എസ് കുമാറും ശ്രീ വാഴക്കനും പറയുന്നത്. അല്ല, കാര്യക്ഷമതയെ പറ്റിയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും, അത് വേറെ കാര്യമാണ്. പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിൽ പാർട്ടികൾ തമ്മിൽ പരമാവധി സ്നേഹിച്ചും സഹകരിക്കും സൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ മാർഗമുള്ളൂ. ശ്രീ CH മുഹമ്മദ് കോയയുമായിട്ട് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരനായ നവാസ് പൂന്നൂർ ചോദിക്കുന്നുണ്ട്, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആരാണ്? അപ്പോൾ CHന്റെ ഉത്തരം ഈ അച്യുതനാണ്. അതിന്റെ കാരണം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൂട്ടുകക്ഷി മന്ത്രിസഭയെ എങ്ങനെ നയിക്കണം എന്ന് അച്യുതനെന്ന് അറിയാമായിരുന്നു. അപ്പോൾ നവാസിന്റെ അടുത്ത ചോദ്യം, അപ്പോൾ EMS. ഉടനെ CHന്റെ ഉത്തരം, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ എങ്ങനെ പൊളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം CHനാണ്. എനിക്ക് അഭിപ്രായത്തോട് യോജിപ്പില്ല. ഇവിടെ രണ്ട് മാതൃകകളാണുള്ളത്. ഒന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിക്കുന്നതും മറ്റൊരു പൊളിക്കുന്നതും. ഇതിൽ ഏത് വേണമെന്നുള്ള കാര്യം അവർ തന്നെ തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം CPMനെ ബാധിക്കാതിരിക്കുന്നതും ഘടകകക്ഷികളെ ബാധിക്കുന്നതുമായ ഒരു നിബന്ധനയും അതിനുള്ള നിയമാവലിയും ഈ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഘടകം തീരുമാനം നിലയിൽ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കൂടിയാലോചനയും ഇല്ലാതെ നടപ്പാക്കുക എന്ന മട്ടിലാണ് ആ തീരുമാനം. അതെ, ഇനിയിപ്പോൾ ഒളിക്യാമറ വെച്ച് നിരീക്ഷിക്കാനാണോ തീരുമാനിച്ചിട്ടുള്ളത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചില രീതികൾ അവരുടെ പാർട്ടിയിലുണ്ടല്ലോ. നമ്മുടെ എറണാകുളം പാർട്ടിയിലൊക്കെ സംഭവിച്ചാണ്. ഇവിടെ പ്രബലനായ ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒളിക്യാമറ വെച്ചു. പിന്നെ ഒളിക്യാമറയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഒളിക്യാമറ വെച്ച ആളെ തരം താഴ്ത്തി. അങ്ങനെയൊക്കെ ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് വികസിച്ചു വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഉചിതമായിരിക്കില്ലെന്ന് തോന്നുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ കാനം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഒന്ന് പറയുകയുണ്ടായി, ഞങ്ങളിപ്പോൾ ഉയർന്നു വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ, വിലയിരുത്തലിലേക്ക് കടക്കാനായിട്ടില്ല. സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ്. അതിന് ഒരു വർഷമെങ്കിലും കഴിയണം, പിന്നെ വർഷാവർഷമുള്ള വിലയിരുത്തലിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ പറയുകയും ചെയ്തു, ഞങ്ങളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒരു വർഷം അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സംബന്ധിച്ച ചർച്ചയാണ് നടക്കുന്നത്. അതിലൊരു തീർപ്പുണ്ടാകും, പിന്നീട് അത് നടപ്പാക്കി തുടങ്ങും, പിന്നെ അതിൻ്റെ വിലയിരുത്തലുണ്ടാകും. ഇത് ശരിയാണ്. അവരുടെ മന്ത്രിമാരുടെ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച് ആ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നടപടികളാണ് വിശദീകരിക്കുന്നത്. ഇതിന് നേർ വിപരീതമായൊരു പ്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരും എന്നൊരു പാർട്ടി കത്തിനെ പറ്റിയാണ് നാം ഇപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശ്രീ വാഴക്കൻ. അപ്പോൾ ശ്രീ കാനം കാണുന്നതാണോ ആ പാർട്ടിയുടെയും ആ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന വകുപ്പുകളുടെയും അത് നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന മന്ത്രിമാരുടെയും ഭാവിയോ, അതോ CPM ഇപ്പോൾ ഈ പാർട്ടി കത്തിലൂടെ പറഞ്ഞിരിക്കുന്നതോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രമുഖനായ ഒരു CPM നേതാവ് യാദൃച്ഛികമായി എന്നോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു അവരുടെ പരാതിയും അതാണ്. അവർ പറയുന്നത് CPIയുടെ വകുപ്പുകളെല്ലാം ഇൻഎഫിഷ്യൻ്റാണ്. ചുരുക്കം വല്ല ഒന്നോ ഒരു മന്ത്രിയോ വല്ലതും ആണ് അല്പം ഒന്ന് ഭേദമുള്ളത്. ബാക്കിയൊക്കെ എല്ലാ വകുപ്പുകളിലും, ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ പ്രശ്നങ്ങൾ, റവന്യൂ വകുപ്പിലെ പ്രശ്നങ്ങൾ, വനം വകുപ്പിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്ഷേപം. അവർ പറയുന്നത് മോശമാണെന്നാണ് പറയുന്നത്. CPI തിരിച്ച് പറയുന്നത് അവർക്ക് പോലീസിനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പോലീസ് ഇന്ന് BJP വിചാരിക്കുന്ന പോലെയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇപ്പോൾ CPI പരസ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യാവകാശം, CPIക്ക് പിന്നെ കൂടുതൽ വർത്തമാനം പറയുന്നൊരു സ്വഭാവമുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള അവരുടെ ആക്ഷേപങ്ങൾ, അതൊക്കെ ഒരു മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഒരു ആഗ്രഹത്തെ, ഒരു വലിയ അധമ്യമായ ഉള്ള ഒരു നിലപാടുകൾക്കപ്പുറത്ത് ഞാൻ ഇത് ഇവർ തമ്മിലുള്ളൊരു ശീതസമരമാണ്. ഇവിടെ CPMഉം CPIയും തമ്മിലുള്ള വളരെ വലിയ ഒരു ശീതസമരം നടക്കുന്നുണ്ട്. അതൊരു പൊട്ടിത്തെറിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. മന്ത്രിമാർ തമ്മിലുള്ള കൂട്ടുത്തരവാദിത്വമേ അവിടെ ഇല്ല. അത് പിണറായി വിജയൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ഒരുപക്ഷേ കേരളത്തിലെ CPMൻ്റെ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം കൊല്ലും കൊലയുമുള്ള ഒരു തറവാട്ടിലെ ഒരു കാരണവരെന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹം അധികാരത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ആളുകൾ ധരിച്ചത് വലിയ കർക്കശക്കാരനും വളരെ സത്യസന്ധമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ